കേരളത്തിൽ നിന്നും വേളാങ്കണ്ണിയിലേക്ക് ട്രെയിൻ മാർഗം പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പോകാൻ പറ്റിയ ഒരു കിട്ടിലം ട്രെയിനാണ് കേട്ടോ ഇത്. ഈ ഒരു ട്രെയിൻ വേളാങ്കണ്ണിയിലേക്ക് വേണ്ടി മാത്രം സർവീസ് നടത്തുന്ന ഒരു ട്രെയിനാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വേളാങ്കണ്ണിയിലേക്ക് പോകാനായിട്ടൊരു ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ സ്ലീപ്പർ ടിക്കറ്റോ സിയോ ഒന്നും ഈ ഒരു ട്രെയിനിൽ കിട്ടണമെന്നില്ല. ഈ ഒരു ട്രെയിൻ അല്ല, പൊതുവേ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ നോക്കുകയാണെങ്കിൽ പെട്ടെന്നൊരു ആവശ്യത്തിന് നമുക്ക് ട്രെയിൻ ടിക്കറ്റ് കിട്ടാതെ പോകുന്നത് ഒരു പുതിയ സംഭവം അല്ലല്ലോ. അപ്പോൾ ഈ ഒരു ട്രെയിനിൽ നിങ്ങൾക്കിപ്പോൾ ജനറലിൽ പോകാൻ സൂപ്പറായിട്ട് പറ്റുന്ന ഒരു ട്രെയിനാണ് കേട്ടോ. ഈ ഒരു ട്രെയിനിൽ 4 ജനറൽ കമ്പാർട്ട്മെന്റ് ഉണ്ട്. അതായത് ഫ്രണ്ടിൽ 2 ബാക്കിൽ 2 അങ്ങനെ 4 ജനറൽ കമ്പാർട്ട്മെന്റ് ഉണ്ട്. ഈവൻ നിങ്ങൾക്ക് ഇപ്പോൾ സ്ലീപ്പറോ സിയോ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഈ ഒരു ട്രെയിനിൽ സുഖമായിട്ട് ജനറൽ കമ്പാർട്ട്മെന്റിൽ നിങ്ങൾക്ക് വേളാങ്കണ്ണിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. സുഖമായിട്ട് പോകാൻ പറ്റുമെന്ന് ഞാൻ പറയാനുള്ള മെയിൻ കാരണം മറ്റുള്ള വലിയ വണ്ടികളിലെ ജനറൽ കമ്പാർട്ട്മെൻറ്റിലെ തിരക്ക് അപേക്ഷിച്ച് ഈ ഒരു ട്രെയിനിൽ തിരക്ക് കുറവാണ്. ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ എന്ന് വെച്ച് തീരെ ആളില്ല എന്നല്ല, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇരിക്കാനും സീറ്റ് കിട്ടും, ശ്വാസം വിടാനും പറ്റും. അങ്ങനെ പറ്റുന്ന ഒരു സൂപ്പർ ട്രെയിനാണിത്. ഇത് നമ്മുടെ വേളാങ്കണ്ണി എക്സ്പ്രസ് ആണ്. എറണാകുളത്ത് നിന്നും കോട്ടയം, കൊല്ലം വഴി വേളാങ്കണ്ണിയിലേക്ക് പോകുന്ന ഒരു ട്രെയിനാണ്. ഈ ഒരു ട്രെയിനിൻ്റെ റൂട്ടും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന സമയവും ടിക്കറ്റ് ചാർജ് ഉൾപ്പെടെ പറയാം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു ട്രെയിനിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ വലിയ തിരക്കുകളില്ലാത്തത്. മാത്രവുമല്ല, ഇത് നമ്മുടെ തീർത്ഥാടന കേന്ദ്രമായ വേളാങ്കണ്ണിയിലേക്ക് വേണ്ടി മാത്രം ഇന്ത്യൻ റെയിൽവേ കൊടുത്തിരിക്കുന്ന ഒരു ട്രെയിൻ കൂടിയാണ് കേരളത്തിൽ നിന്ന് സർവീസ് നടത്തുന്നത് കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മറ്റൊരു കാര്യമാണ്, എല്ലാ ദിവസവും നമ്മുടെ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് കാരയ്ക്കൽ വരെ പോകുന്ന കാരയ്ക്കൽ എക്സ്പ്രസ്സിലും നമുക്ക് വേളാങ്കണ്ണിയിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. അതായത് വേളാങ്കണ്ണിക്ക് തൊട്ട് മുമ്പുള്ള സ്റ്റോപ്പ് നാഗപട്ടണത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബസ് മാർഗമോ അല്ലെങ്കിൽ മറ്റൊരു ട്രെയിൻ മാർഗമോ അല്ലെങ്കിൽ ടാക്സി പിടിച്ചോ എങ്ങനെയും നമുക്ക് വേളാങ്കണ്ണിയിലേക്ക് എത്താം. ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. കേരളത്തിൽ നിന്ന് വേളാങ്കണ്ണിയിലേക്ക് ഡയറക്റ്റ് പോകുന്ന ഒരേ ഒരു ട്രെയിൻ ഇതാണ് കേട്ടോ. ഇനി ഈ ഒരു ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് കേൾക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഈ ട്രെയിൻ നമ്പർ 16361 വേളാങ്കണ്ണി എക്സ്പ്രസ് ആണ്. ആഴ്ചയിൽ തിങ്കളാഴ്ചയും ശനിയാഴ്ചകളിലും മാത്രമേ ഈ ഒരു ട്രെയിൻ സർവീസ് ഉള്ളൂ. 2 ദിവസം മാത്രം. ആരംഭിക്കുന്നത് നമ്മുടെ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ആരംഭിക്കുന്ന ട്രെയിൻ 2-ാം ദിവസം വെളുപ്പിനെ 5:40 വേളാങ്കണ്ണിയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ 16362 ആയിട്ട് തിരിച്ചും സർവീസ് ഉണ്ട്. അത് ഞായറാഴ്ചയും ചൊവ്വാഴ്ചകളിലുമായിട്ടാണ് തിരിച്ച് സർവീസ്. വൈകുന്നേരം 6:40 കേട്ടോ ആ ഒരു ട്രെയിൻ വേളാങ്കണ്ണിയിൽ നിന്ന് ആരംഭിക്കുന്നത്. അത് അടുത്ത ദിവസം രാവിലെ 11:40 എറണാകുളം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇപ്പം നമുക്ക് പെട്ടെന്നൊരു വേളാങ്കണ്ണിക്ക് ഒരു യാത്ര പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രെയിനിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് സുഖമായിട്ട് കയറി യാത്ര ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് വേളാങ്കണ്ണിയിലേക്ക് പോകുന്നത് തിങ്കളോ അല്ലെങ്കിൽ ശനിയോ ആണ്. തിരിച്ചു വരേണ്ടത് ഞായറോ ചൊവ്വയോ. ഇപ്പം നിങ്ങൾക്ക് തിങ്കളാഴ്ച കയറിയിട്ട് ഈ ഒരു ട്രെയിനിൽ തിങ്കളാഴ്ച കയറിയാൽ നിങ്ങൾ ചൊവ്വാഴ്ച വെളുപ്പിനെ അവിടെ എത്തുമല്ലോ. എന്നിട്ട് നിങ്ങൾക്ക് വേളാങ്കണ്ണി പോയി പ്രാർത്ഥിച്ച മാതാവിൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് അന്ന് തന്നെ വൈകുന്നേരം, സ്റ്റേ ഒന്നും ഇല്ലെങ്കിൽ, വളരെ പെട്ടെന്ന് പോകുന്ന ആൾക്കാരുടെ കാര്യം കേട്ടോ ഞാൻ പറയുന്നത്, സ്റ്റേ ഒന്നും ഇല്ലെങ്കിൽ അന്ന് വൈകുന്നേരം തന്നെ ഇതേ ട്രെയിൻ തിരിച്ച് ചൊവ്വാഴ്ചയും ഉണ്ടല്ലോ, ഇതേ ട്രെയിൻ തന്നെ നിങ്ങൾക്ക് അടുത്ത ദിവസം വൈകുന്നേരം 6:40 എടുത്തു കഴിഞ്ഞാൽ 11:40 നിങ്ങൾക്ക് തിരിച്ച് എറണാകുളം എത്താം. ഇനിയിപ്പോൾ നിങ്ങൾ ശനിയാഴ്ചയാണ് പോകുന്നതെങ്കിൽ പോലും ശനിയാഴ്ച നമ്മൾ നാട്ടിൽ നിന്ന് വേളാങ്കണ്ണിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ശനിയാഴ്ച നമ്മൾ കയറി ഞായറാഴ്ച വെളുപ്പിന് നമ്മളവിടെ എത്തി ഞായറാഴ്ചത്തെ തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് അന്ന് വൈകുന്നേരം തന്നെ തിരികെയും ഈ ഒരു ട്രെയിൻ സർവീസ് ഉണ്ട്. 6:40 ഞായറാഴ്ച എടുക്കുന്ന ട്രെയിൻ അടുത്ത ദിവസം രാവിലെ 11:40 എറണാകുളം ജംഗ്ഷനിലൊക്കെ എത്തും. നിങ്ങൾക്ക് ഇങ്ങനെയും പ്ലാൻ ചെയ്യാം. ഈ ഒരു ട്രെയിനെ പറ്റിയിട്ട് ധാരാളം വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം മെയിനായിട്ട് ചെയ്യാൻ കാരണം ഈ ഒരു ജനറൽ കമ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം ഞാൻ എടുത്തു പറഞ്ഞത്, മുമ്പ് ഈ ട്രെയിനിൽ 2 ജനറൽ കമ്പാർട്ട്മെൻറ്റ് മാത്രമേ ഉള്ളായിരുന്നു, ഫ്രണ്ടിലൊന്ന് ബാക്കിലൊന്ന്. എന്നിരുന്നാൽ പോലും മറ്റുള്ള വലിയ വണ്ടികളെ അപേക്ഷിച്ച് ഈ ഒരു ട്രെയിനിന് തിരക്ക് കുറവായിരുന്നു. ഇപ്പോൾ ഇതിനകത്ത് ടോട്ടൽ 4 ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അതായത് അൺറിസർവ്ഡ്, എവിടെ വേണമെങ്കിലും നമുക്ക് ഇരിക്കാം. മനസ്സിലായില്ലേ? ഫ്രണ്ടിൽ 2, ബാക്കിൽ 2. അപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് സുഖമായിട്ട് ഇപ്പോൾ വളരെ ചിലവ് ചുരുക്കിക്കൊണ്ട് തന്നെ പോകാൻ സാധിക്കുന്ന ഒരു യാത്ര കൂടിയാണ് ഈ ഒരു ട്രെയിൻ. നിങ്ങൾ വേണ്ട പോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് വേളാങ്കണ്ണിയിലേക്ക് എത്താം കേട്ടോ. യാതൊരു കാരണവശാലും നിങ്ങൾ സങ്കടപ്പെടേണ്ട ഒരു കാര്യമില്ല. പിന്നെ സ്ലീപ്പർ ടിക്കറ്റിന് അല്ലെങ്കിൽ ഈ പറയുന്ന AC ടിക്കറ്റിനൊക്കെ എന്നെക്കൊണ്ട് പറ്റില്ല. അത് പെട്ടെന്ന് നിങ്ങൾക്ക് തത്കാലം കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ ഒരു 2 മാസം മുന്നേ ബുക്ക് ചെയ്യാൻ കിട്ടിയാൽ കിട്ടി. മനസ്സിലായി? നമ്മൾ കാത്തിരിക്കണം. ഇത് ഞാൻ പെട്ടെന്നുള്ള യാത്രക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. മാതാവിനെ അങ്ങോട്ട് കണ്ടോളാൻ വയ്യാൻ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, എങ്ങനെയെങ്കിലും ഒന്ന് വേളാങ്കണ്ണിയിൽ എത്തിയാൽ മതി മാതാവേ എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക്, അവർക്ക് കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് കാരണം. ഉടൻ തന്നെ നമ്മൾ വേളാങ്കണ്ണിയിലേക്ക് പോകുന്നൊരു വീഡിയോ തീർച്ചയായും വരുന്നതാണ്. ട്രെയിൻ മാർഗം വേളാങ്കണ്ണിയിലേക്ക് ചെല്ലുന്നതും അവിടുത്തെ കാഴ്ചകളും എല്ലാം, വേളാങ്കണ്ണിയിൽ എത്രത്തോളം കാഴ്ചകൾ നമുക്ക് നമ്മുടെ കാഴ്ചക്കാരെ കാണിക്കാൻ പറ്റുന്നു അത്രയും കാഴ്ച ഞാൻ എൻ്റെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ.
ഇനി നമുക്ക് ഈ ഒരു ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന എല്ലാ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന സമയങ്ങളും ഒന്ന് കേൾക്കാം. അതുപോലെ ഈ ട്രെയിനിൻ്റെ ടിക്കറ്റ് ചാർജും കേൾക്കാം കേട്ടോ. എറണാകുളം ജംഗ്ഷനിൽ നിന്ന് വേളാങ്കണ്ണി വരെയുള്ള ടിക്കറ്റ് ചാർജ് ഞാൻ പറയുന്നത്, കാരണം അവിടുന്ന് ആരംഭിച്ച് ഇവിടെ ആണല്ലോ അവസാനിക്കുന്നത്. ബാക്കി അങ്ങോട്ട് ഓരോ ജില്ല താഴോട്ട് വരുമ്പോഴത്തേക്കും അതിൻ്റേതായ രീതിയിൽ ടിക്കറ്റ് ചാർജ് കുറഞ്ഞു വരും കേട്ടോ. എറണാകുളം ജംഗ്ഷനിൽ നിന്നും ഉച്ചയ്ക്ക് 1 മണിക്ക് ആരംഭിക്കുന്ന ട്രെയിന് പിന്നെ സ്റ്റോപ്പുള്ളത് 2 മണിക്ക് ഉച്ചയ്ക്ക് ശേഷം കോട്ടയത്താണ് കേട്ടോ. അത് കഴിഞ്ഞാൽ 2:20 ചങ്ങനാശ്ശേരിയിലും 2:35 തിരുവല്ലയിലും 2:50 ചെങ്ങന്നൂരും 3 മണിക്ക് മാവേലിക്കരയും 3:10 കായംകുളം ജംഗ്ഷനും 3:30 കരുനാഗപ്പള്ളിയും 3:40 ശാസ്താംകോട്ടയും പിന്നെ ശേഷം 4:30 കൊല്ലം ജംഗ്ഷനിൽ ട്രെയിൻ എത്തും. അത് കഴിഞ്ഞാൽ പിന്നെ 5 മണിക്ക് കുണ്ടറയിലാണ് സ്റ്റോപ്പുള്ളത്. അത് കഴിഞ്ഞാൽ 5:15 കൊട്ടാരക്കര, 5:24 ആവണീശ്വരം, 5:45 പുനലൂരും കൂടെ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു ട്രെയിൻ കേരളത്തിലുള്ള സ്റ്റോപ്പുകൾ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞാൽ വൈകുന്നേരം 6:30 തെന്മല, 7:40 സെങ്കോട്ടൈ, 8 മണിക്ക് തെങ്കാശി, രാത്രി 8:15 കടയനല്ലൂർ, 8:30 ശങ്കരൻകോവിൽ, രാത്രി 9:05 രാജപാളയം, 9:30 ശിവകാശി, 10 മണിക്ക് വിരുദുനഗർ ജംഗ്ഷൻ, 10:30 അരുപ്പുക്കോട്ടൈ, രാത്രി 11:25 മനാമധുരൈ ജംഗ്ഷൻ അഥവാ മാനാമധുരൈ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ ദിവസം കഴിഞ്ഞു. 2-ാം ദിവസം രാവിലെ 12:50 കാരൈക്കുടി ജംഗ്ഷനിലേക്കും, 1:20 അരന്തങ്കി എന്ന് പറയുന്നൊരു സ്റ്റേഷനിലും, 1:40 പെരാവുരണി എന്ന് പറയുന്ന ഒരു സ്റ്റേഷനും, 2 മണിയോടുകൂടി പട്ടുക്കോട്ടൈ എന്ന് പറയുന്ന സ്റ്റേഷൻ, 2:20 ആതിരാപട്ടണം എന്ന് പറയുന്നൊരു സ്റ്റേഷൻ, 2:50 തിരുത്തുരൈപ്പുണ്ടി ജംഗ്ഷൻ, 3:45 വെളുപ്പിനെ തിരുവാരൂർ ജംഗ്ഷനിലേക്ക് എത്തും കേട്ടോ. അത് കഴിഞ്ഞാൽ 4:40 നാഗപട്ടണം ജംഗ്ഷൻ, 5:40 നമ്മുടെ ട്രെയിനിൻ്റെ ഡെസ്റ്റിനേഷനായ വേളാങ്കണ്ണിയിലേക്ക് ട്രെയിൻ എത്തിച്ചേരും. ഏകദേശം 689 കിലോമീറ്റർ ദൂരമാണ് ഈ ഒരു ട്രെയിൻ കവർ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു റൂട്ടും കാര്യങ്ങളും മനസ്സിലായല്ലോ. ഇതൊക്കെ അപേക്ഷിച്ച് വെച്ച് നമുക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ ട്രെയിനിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്തവരൊക്കെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നമുക്ക് തിരക്ക് കുറവായിരിക്കും, അത് ഉറപ്പ് തരാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നിങ്ങളത് മാക്സിമം ഉപയോഗിക്കുക കേട്ടോ. അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞു, ചിലപ്പോൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിലൊക്കെ വലിയ തിരക്കുകൾ കാണുമെന്നൊക്കെ പറഞ്ഞിട്ട് യാത്രക്കാർ ചിലപ്പോൾ യാത്ര ഒഴിവാക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ ഒരു ട്രെയിനിൻ്റെ ജനറൽ കമ്പാർട്ട്മെൻറ്റിനെ മാത്രം പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യാൻ കാരണം. ഇപ്പോൾ തിരുവനന്തപുരം ഭാഗത്തേക്കുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇപ്പം തിരുവനന്തപുരത്ത് നിന്ന് സുഖമായിട്ട് നിങ്ങൾക്ക് കൊല്ലത്തെത്താം. കൊല്ലത്തുനിന്ന് ഈ ട്രെയിൻ പിടിച്ച് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് വേളാങ്കണ്ണിയും പോകാം, തിരിച്ച് നാട്ടിൽ വന്ന് ഇതണക്ക് തിരുവനന്തപുരത്തോട്ട് പോകാനും പറ്റും. ഇപ്പോൾ എറണാകുളം ജംഗ്ഷനിൽ നിന്നാണെങ്കിൽ നമുക്ക് തൃശ്ശൂർ ഭാഗത്തോ അല്ലെങ്കിൽ ഷൊർണൂർ ഭാഗത്തൊക്കെ ഉള്ളവർക്കൊക്കെ എറണാകുളത്തേക്ക് വരാൻ വളരെ എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ വരാം. എല്ലാ ജില്ലയിൽ നിന്നും ശരിക്കും പറഞ്ഞാൽ എറണാകുളത്തേക്ക് വരാൻ വളരെ എളുപ്പമാണ്. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ട്രെയിൻ കണക്ട് ചെയ്യാം, ചിലവ് ചുരുക്കിക്കൊണ്ട് തന്നെ കണക്ട് ചെയ്ത് നമുക്ക് ജനറൽ കമ്പാർട്ട്മെൻറ്റിലൊക്കെ യാത്ര ചെയ്ത്. മനസ്സിലായില്ലേ? സ്റ്റേ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ സുഖമായിട്ട് നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് പോയിട്ട് ഇതേ വണ്ടി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി സുഖമായിട്ട് വരാം കേട്ടോ. ഇനി ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പറാണ് 163 62 ആയിട്ടാണല്ലോ സർവീസ് നടത്തുന്നത്. അത് നമ്മുടെ വേളാങ്കണ്ണിയിൽ നിന്നും വൈകുന്നേരം 6:40 ആരംഭിക്കുന്ന ട്രെയിൻ രാത്രി 7 മണിയോടുകൂടി നാഗപട്ടണം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും. പിന്നെ രാത്രി 8 മണിക്ക് തിരുവാരൂർ ജംഗ്ഷനിലേക്ക്, രാത്രി 8:40 തിരുത്തുരൈപ്പുണ്ടി ജംഗ്ഷൻ, പിന്നെ രാത്രി 9:10 ആതിരാപട്ടണം, രാത്രി 9:20 പട്ടുക്കോട്ടൈ, രാത്രി 9:40 പെരാവുരണി, രാത്രി 10:05 അരതങ്കി, രാത്രി 11 മണിക്ക് കാരൈക്കുടി ജംഗ്ഷൻ. അത് കഴിഞ്ഞാൽ പിന്നെ ആ ദിവസം കഴിഞ്ഞു കേട്ടോ. 2-ാം ദിവസം അർദ്ധരാത്രി 12:15 മനാമധുരൈ ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരും. ശേഷം വെളുപ്പിന് 1:03 വെളുപ്പല്ല അർദ്ധരാത്രി 1:03 അരുപ്പുക്കോട്ടൈ, 1:50 വിരുദുനഗർ ജംഗ്ഷൻ, 2:08 ശിവകാശി, 2:30 രാജപാളയം, 3 മണിക്ക് വെളുപ്പിന് ശങ്കരൻകോവിൽ ട്രെയിൻ എത്തും. ശേഷം 3:30 കടയനല്ലൂർ, 3:45 തെങ്കാശി ജംഗ്ഷൻ, 4:10 നമ്മുടെ സെങ്കോട്ടൈ, വെളുപ്പിന് 5:10 തെന്മല, 6:45 ട്രെയിൻ പുനലൂരെത്തും, 7:05 ആവണീശ്വരം, 7:15 കൊട്ടാരക്കര, 7:24 കുണ്ടറ, രാവിലെ 8:15 കൊല്ലം ജംഗ്ഷനിലെത്തും കേട്ടോ. ഇപ്പോൾ രാവിലെ നിങ്ങൾ തിരിച്ച് നാട്ടിൽ കൊല്ലത്തെത്തുന്ന സമയത്ത് നിങ്ങൾക്ക് കൊല്ലത്തുനിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകാൻ ധാരാളം ട്രെയിനുണ്ട്, പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഇതേ ട്രെയിൻ തന്നെ 8:40 ശാസ്താംകോട്ടയിലെത്തും, രാവിലെ 8:50 കരുനാഗപ്പള്ളി, 9:05 കായംകുളം ജംഗ്ഷൻ, ശേഷം 9:15 മാവേലിക്കര, 9:28 ചെങ്ങന്നൂർ, 9:40 തിരുവല്ല, രാവിലെ 9:50 ചങ്ങനാശ്ശേരി, രാവിലെ 10:10 കോട്ടയം, 11:40 എറണാകുളം ജംഗ്ഷൻ. ഇപ്പം ഈ എറണാകുളം ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മുടെ തൃശ്ശൂരോ ഷൊർണൂരോ അങ്ങോട്ടൊക്കെ കണ്ണൂരോ കോഴിക്കോടോ ഇപ്പോൾ എവിടെയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഈ ഒരു ട്രെയിൻ കണക്ട് ചെയ്താണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് എറണാകുളം ജംഗ്ഷൻ രാവിലെ 11:40 എത്തും. അവിടുന്ന് നിങ്ങൾക്ക് ഫുഡ് കഴിച്ചിട്ട് ശേഷം ഏതെങ്കിലും വണ്ടി പിടിക്കാം അങ്ങോട്ടൊക്കെ പോകാനായിട്ട് കേട്ടോ. വലിയ ദൂരമില്ലല്ലോ. അപ്പോൾ ഈ ഒരു ട്രെയിനിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ധാരാളം വീഡിയോ ഈ ഒരു ട്രെയിനെ പറ്റി ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ ചെയ്യുന്നില്ല. എന്നെക്കൊണ്ട് പറ്റുന്നത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കി തരാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം.
ഇല്ലെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക കേട്ടോ. ഇനി ടിക്കറ്റ് ചാർജിൻ്റെ കാര്യം ഒന്ന് പറയാം. എറണാകുളം ജംഗ്ഷനിൽ നിന്നും വേളാങ്കണ്ണി വരെ ജനറലിന് വെറും 210 രൂപയേ ഉള്ളൂ കേട്ടോ. സ്ലീപ്പറിന് 375 രൂപ, തേർഡ് എ സിക്ക് 1020 രൂപ, സെക്കൻഡ് എ സിക്ക് 1455 രൂപ. ഒരു 2 മാസം മുന്നേയൊക്കെ നോക്കുവാണെങ്കിൽ ഈ ട്രെയിനിൽ നമുക്ക് സ്ലീപ്പറും എ സിയൊക്കെ കിട്ടാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. ഈവൻ വെയിറ്റിംഗ് ലിസ്റ്റ് ആണെങ്കിൽ പോലും നിങ്ങൾ പോകുന്ന ആ ഒരു സമയത്ത് ടിക്കറ്റ് കൺഫേം ആവാൻ കൂടുതൽ ചാൻസ് ആണ്. ഇല്ലേ പിന്നെ ഒറ്റ വഴിയുള്ളൂ, തത്കാൽ. അത് നമ്മുടെ ഒരു ലക്കിനനുസരിച്ചാണ്. ഒരു 50-50 കളി, മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മളെ വേളാങ്കണ്ണിയിലേക്ക് കേരളത്തിൽ നിന്നും പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാ തീർത്ഥാടകർക്കും ഉപയോഗപ്രദമായി എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നു. ഉപയോഗപ്രദമായി എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായും എൻ്റെ ഈ ഒരു ചെറിയ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. കൂടാതെ ഈ വീഡിയോ ലൈക്ക് ചെയ്തു പോകാൻ നിങ്ങൾ മറന്നു പോകരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായും കൂടെ രേഖപ്പെടുത്തുക. ഇനി നമ്മുടെ വീഡിയോയിൽ മലയാറ്റൂർ പള്ളിയിലേക്ക് പോകുന്നൊരു വീഡിയോ എന്തായാലും വരുന്നതാണ്. അതൊരു വ്ളോഗായിട്ട് തന്നെ ആയിരിക്കും കേട്ടോ വരുന്നത്. നമുക്ക് ട്രെയിൻ മാർഗം എങ്ങനെ ചിലവ് ചുരുക്കിക്കൊണ്ട് മലയാറ്റൂർ പള്ളിയിലേക്ക് ഒരു യാത്ര പോകാം എന്നതിനെ പറ്റിയിട്ടുള്ളൊരു വ്ളോഗ് ഉടൻ തന്നെ വരുന്നതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ആദ്യമേ പറഞ്ഞതുപോലെ വേളാങ്കണ്ണിയിലേക്ക് തീർച്ചയായും ഞാൻ പോകുന്നതാണ്. നമ്മൾ ആ ഒരു വീഡിയോ ഇന്ന് ഈ ഒരു ചാനലിലൂടെ തന്നെ ഞാൻ വേളാങ്കണ്ണിയിലെ വീഡിയോ എല്ലാവരെയും കാണിക്കുന്നതാണ്. നന്ദി, നമസ്കാരം. എല്ലാവർക്കും മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ കേട്ടോ.